പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്തെ വാഹനങ്ങൾ ലേലം ചെയ്യുവാൻ നടപടിയില്ല. സ്റ്റേഷൻ പരിസരം ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറുന്നു. കിഴക്കൻ മേഖലയിലെ പ്രധാന സ്റ്റേഷനായ പുനലൂർ ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ് വാഹനങ്ങളുടെ ശവപ്പറമ്പായി മാറിയിരിക്കുന്നത്. സ്റ്റേഷനിലേക്ക് കയറുന്ന വഴിയൊഴികെ വശങ്ങളിലെല്ലാം വാഹനങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. 100-ലധികം ഇരുചക്ര വാഹനങ്ങൾ, കാറുകൾ, ഓട്ടോറിക്ഷകൾ, ടിപ്പർ ലോറികളടക്കം ഇവിടെയുണ്ട്. വാഹനങ്ങൾക്ക് മുകളിലേക്ക് കാടുപടർപ്പുകളും മൂടിക്കഴിഞ്ഞു. കോടതിയുടെ ഭാഗത്തു നിന്നും സ്റ്റേഷനിലേക്കെന്ന വഴി പോലും ഇതോടെ ഇല്ലാതായി. കേസുകളിലകപ്പെട്ട വാഹന സംബന്ധമായ രേഖകളില്ലാത്ത വാഹനങ്ങളാണ് ഇവിടെ വർഷങ്ങളായി കൂട്ടിയിട്ടിരിക്കുന്നത്. സ്റ്റേഷന് മുന്നിലെ വയലിലോട്ടും തൊണ്ടി മുതലായി പിടിച്ച വാഹനങ്ങൾ പാർക്ക് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. സ്റ്റേഷന് മുന്നിലെ വിശ്രമമുറി, മറ്റു മുറികൾ, വാഹന പാർക്കിംഗ് ഷെഡ് എന്നിവ ഇഴജന്തുക്കളുടെ ശല്യം കാരണം ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. CI ഓഫീസും പോലീസ് സ്റ്റേഷനും പ്രവർത്തിക്കുന്ന കോമ്പൗണ്ടിലാണ് 100-ലധികം വാഹനങ്ങൾ തൊണ്ടി മുതലായി പിടിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതിന് സമീപത്ത് തന്നെയാണ് DYSP ഓഫീസും പ്രവർത്തിക്കുന്നത്. സ്റ്റേഷനിലേക്കെത്തുന്ന ജനപ്രതിനിധികളുടേതടക്കമുള്ള വാഹനങ്ങൾ ദേശീയപാതയിലും സമീപത്തെ സ്വകാര്യ ബസ് സ്റ്റാൻഡിലും പാർക്ക് ചെയ്ത ശേഷമാണ് സ്റ്റേഷനിലേക്ക് എത്തേണ്ടത്. സ്ഥലപരിമിതിയാൽ വീർപ്പുമുട്ടുന്ന പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്തെ വാഹനങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. കോടതി വ്യവഹാരങ്ങളെ തുടർന്നാണ് കൂടുതൽ വാഹനങ്ങളും ഇവിടെ നിന്നും നീക്കം ചെയ്യാൻ കഴിയാത്തത്. 5 വർഷങ്ങൾക്ക് മുൻപാണ് കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് സ്റ്റേഷൻ പരിസരത്തെ വാഹനങ്ങൾ ലേലം ചെയ്ത. തുടർന്ന് വിവിധ കേസുകളിൽ തൊണ്ടി മുതലായി പിടിക്കപ്പെട്ട വാഹനങ്ങൾ സ്റ്റേഷൻ പരിസരത്തുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.